celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. നോർത്ത് അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാനയുടെ പ്രവർത്തനോദ്ഘാടനം ന്യൂജേഴ്സിയിലെ റോയൽ ആൽബർട്ട്സ് പാലസിൽ നടന്ന ചടങ്ങിൽ സജിമോൻ ആന്റണി നിലവിളക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫൊക്കാന മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ളൈ, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളൈ എന്നീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും പങ്കെടുത്തു. ഫൊക്കാനയുടെ മുൻപുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആഘോഷമായാണ് ഈ വർഷം പ്രവർത്തന ഉദ്ഘാടനം കൊണ്ടാടിയത്. ഫൊക്കാനയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത പ്രൗഢമായ സദസ്സിനു മുൻപാകെയായിരുന്നു പ്രവർത്തന ഉദ്ഘാടനം. ഫൊക്കാനയുടെ പ്രവർത്തനം വ്യാപിക്കുന്നതിനോടൊപ്പം അതിന്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, തിരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തിറക്കിയ പ്രവർത്തന രൂപരേഖയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ നടപ്പാക്കണം, അതിനോടൊപ്പം നിരവധി കാര്യങ്ങൾ കൂടി ചെയ്യാൻ കമ്മിറ്റി തയ്യാറെടുക്കുകയാണെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. മലയാളികളുടെ ശബ്ദം എവിടെയും മുഴങ്ങി കേൾക്കാനുള്ള സാഹചര്യം സംജാതമാകണം. നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഹ്രസ്വമായ ആ കാലയളവിൽ കഴിവുള്ളത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കണം. പിന്നീടൊരു അവസരം ലഭിച്ചെന്നു വരില്ല. അതായിരിക്കട്ടെ സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്ന് മുൻ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഈ 2 വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി. ഈ 2 വർഷക്കാലത്തേക്ക് ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു. ട്രഷറർ ജോയി ചാക്കപ്പൻ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഗോ ഫണ്ടിലും തുടർന്നുള്ള പ്രവർത്തനത്തിലും ഏവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. ഫൊക്കാന മുൻ പ്രസിഡന്റുമാരായിരുന്ന ജോൺ പി ജോൺ, ജോർജി വർഗീസ്, മുൻ സെക്രട്ടറിമാരായിരുന്ന ജോൺ ഐസക്, സുധാ കാത്ത, ഫിലിപ്പോസ് ഫിലിപ്പ്, മുൻ ട്രസ്റ്റി ബോർഡ് ചെയർ സജി പോത്തൻ, വൈസ് പ്രസിഡന്റ് ഷാജി വർഗീസ്, മുൻ ട്രഷറർ തോമസ്, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ബിജു കൊട്ടാരക്കര, റീജിയണൽ വൈസ് പ്രസിഡന്റുമാരായ ലാജി തോമസ്, ആൻഡോ വർക്കി, കോശി കുരുവിള, റോയ് മണ്ണിക്കരോട്ട്, ജോസി കാരക്കാട്ട്, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ മനോജ് മാത്യു, മത്തായി ചാക്കോ, സുദീപ് നായർ, ഡോക്ടർ ഷൈനി രാജു, മേരി ഫിലിപ്പ്, ജീമോൻ വർഗീസ്, അജിത് ചാണ്ടി, മേരിക്കുട്ടി മൈക്കിൾ, സജു സെബാസ്റ്റ്യൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർ ടോണി കല്ലുകാവുങ്കൽ, യൂത്ത് നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ സർജൻ ബ്ലസൻ മാത്യു, കെവിൻ ജോസഫ്, മഞ്ച് ഭാരവാഹികൾ, അസോസിയേഷൻ പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് കാരക്കാട്ട്, ശ്രീജിത്ത് കോമത്ത്, സ്കറിയ പെരിയപ്പുറം, മാത്യു ചെറിയാൻ, ഫൊക്കാനയുടെ മുൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ഈ മീറ്റിംഗ് ഫൊക്കാനയിൽ പുതിയ ഒരു ചരിത്രം എഴുതുകയായിരുന്നു. മാധ്യമപ്രവർത്തകരായ സുനിൽ ട്രൈസ്റ്റാർ, പ്രസിഡന്റ് IPCNA മാനേജിംഗ് ഡയറക്ടർ ഓഫ് പ്രവാസി ചാനൽ ആൻഡ് ഈ മലയാളി, ജോസ് കടപ്പുറം, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ഓഫ് അമേരിക്ക, മധു കൊട്ടാരക്കര, ഫ്ലവേഴ്സ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഓഫ് അമേരിക്ക, ഷിജോ പൗലോസ്, IPCNA ട്രഷറർ, ലെജിസ്ലേറ്റർ ആനി പോൾ, സമാന്തര സംഘടനകളുടെ ഭാരവാഹികളായ തോമസ് മൊട്ടയ്ക്കൽ, പിൻഡോ കണ്ണമ്പള്ളിൽ, അനിയൻ ജോർജ്, മിത്രസ്, ദിലീപ് വർഗീസ്, തങ്കമണി അരവിന്ദ്, ജോർജ് മേലത്ത്, വർഗീസ് കറിയ തുടങ്ങി നിരവധി ആളുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു സദസ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.